നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. മനസ്സേ ശാന്തമാകും എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലേക്ക്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് വളരെ ഗൗരവത്തോടുകൂടി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കേരളം ഇന്ന് നടുങ്ങിയിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഡ്രഗ് യൂസ് ആണ്. അതും കുട്ടികളിലേക്ക് എത്തിപ്പെടുന്ന ഡ്രഗ് യൂസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്. അതും പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾ, അഡോളസൻ ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു 8 വയസ്സ് 10 വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കളിൽ നിന്നും കുറച്ചുകൂടെ പ്രായമുള്ള ഒരു 16, 17, 18 ഏജ് ഗ്രൂപ്പ് വരെയുള്ള കുട്ടികളിൽ എങ്ങനെയാണിത് വരുന്നത്, എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു കാലയളവിൽ ഒരു 5-6 വർഷം കൊണ്ട് കേരളം നമ്പർ 1 പൊസിഷനിലെത്തിയത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒരു 2018-19 ടൈമിൽ നമ്മുടെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പഞ്ചാബായിരുന്നു ഏറ്റവും കൂടുതൽ ഡ്രഗ് യൂസിൻ്റെ പ്രോബ്ലത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന സ്റ്റേറ്റ് ഇന്ത്യയിൽ. പക്ഷേ ഇന്ന് 2024, അതായത് 2024 എന്നുള്ളൊരു ടൈം നമ്മൾ നോക്കിയാൽ അതിൽ നമ്പർ 1 പൊസിഷനിൽ കേരളമാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ ഈ ഒരു കുറച്ച് കാലയളവിൽ നമുക്ക് വന്ന മാറ്റങ്ങൾ? കേരള ജനത എന്ന് പറയുന്നത് സൈക്കോ സോഷ്യലി, അതായത് കൾച്ചറലി വളരെ വ്യത്യസ്തമായിട്ടാണ്. കാരണം നമുക്ക് എഡ്യൂക്കേഷൻ ലെവൽസ് കൂടുതലാണ്, നമുക്ക് കുറച്ചുകൂടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, അതായത് നമ്മുടെ പണമിടപാടുകളെല്ലാം നമുക്ക് കുറച്ചുകൂടെ ബെറ്ററാണ് ബാക്കിയുള്ള സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. കാരണം ഒരുപാട് പേരൻസ് ഗൾഫിലോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളോ ജീവിക്കുന്നു, മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദർ ഇസ് എ ലോട്ട് ഓഫ് ക്യാഷ് ഫ്ലോ, ഒരുപാട് പൈസ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ കയ്യിൽ എത്തിപ്പെടുന്നു. അപ്പോൾ ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ അച്ഛനമ്മമാർ ഈ പൈസ കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഇവർക്ക് ഡ്രഗ് വാങ്ങിക്കാനുള്ള ഒരു അവസരവും കൂടെ ശരിക്കും പറഞ്ഞാൽ ഈ കാലയളവിൽ വന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ അച്ഛനമ്മമാർ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരുന്നു, അത്ര ഫ്രീ ആയിട്ട് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പുറത്തു പോകാനോ അലവ് ചെയ്യുന്നതായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട്, പ്രത്യേകിച്ചും കോവിഡ് കഴിഞ്ഞ ശേഷം, കുട്ടികൾക്ക് കുറച്ചുകൂടെ പുറത്തു പോകാൻ, ഫ്രണ്ട്സുമായിട്ട് പാർട്ടീസിനും മറ്റ് കാര്യങ്ങൾക്കും പുറത്തു പോകാനുള്ള അവസരം കൂടി, അതിനുള്ള പെർമിഷൻ അച്ഛനമ്മമാർ പെർമിഷൻ കൊടുക്കാൻ തുടങ്ങി. മാത്രമല്ല കുട്ടികൾക്ക് ആവശ്യത്തിന് പൈസയും കയ്യിലുണ്ട് ഇത് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവരെത്തിപ്പെടുന്നത് ഇങ്ങനത്തെ കുറേ ചതിക്കുഴികളിലാണ്. ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നത്? ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ, അപ്പോൾ ഒരു 8 വയസ്സ് മുതൽ ഒരു 12 വയസ്സ് വരെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്യൂബേർട്ടി എന്ന് പറയുന്ന ടൈം. ആ സമയത്ത് സ്വാഭാവികമായിട്ടും പെൺകുട്ടികളിലാണെങ്കിലും ആൺകുട്ടികളിലായാലും ശാരീരികവും മാനസികമായിട്ട് ഒരുപാട് ചേഞ്ചസ് വരും, അല്ലേ? ഹോർമോൺ ലെവൽസ് വ്യത്യാസം വരുന്നു. പുരുഷന്മാരിലാണെങ്കിൽ പയ്യെ ഒരു പ്യൂബർട്ടിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ശബ്ദം മാറുന്നു, മീശ വരുന്നു, ശാരീരികമായിട്ട് ബോഡി ചേഞ്ചസ് എല്ലാം വരുന്നു. പെൺകുട്ടികളിലാണെങ്കിൽ അവരുടേതായ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നു, മാനസികമായിട്ടുള്ള കുറേ ചേഞ്ചസ് വരുന്നു. ഈ സമയത്ത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം ഒരുപാട് മാറുന്നുണ്ട്. അതായത് പുതിയതായിട്ടുള്ള ന്യൂറൽ പാത്വേസ്, പുതിയ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് നമ്മുടെ തലച്ചോറിലുണ്ടാകുന്നു. എന്തിനാണ്? കാരണം നമ്മൾ ഒരു ഫേസിൽ നിന്നും, ജീവിതത്തിൻ്റെ ഒരു ഫേസിൽ നിന്നും മറ്റേ ഫേസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ ചേഞ്ചസ് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് മൂലം, അതായത് പുറത്തുനിന്ന് വന്നുള്ളൊരു ഇൻഫ്ലുവൻസ് മൂലം എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ചാൽ അത് വളരെ ഡീപ്പായിട്ട് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഡ്രഗ് യൂസ് എന്ന് പറയുന്നത് ഏജ് ഗ്രൂപ്പ് ചെറുതാകും തോറും അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. കാരണം കുഞ്ഞു കുട്ടികളിൽ, പ്രത്യേകിച്ചും 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികൾക്ക്, അവർക്ക് ഇമ്പൾസ് കൺട്രോൾ വളരെ കുറവാണ്, അല്ലേ? പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത ആ സമയത്ത് വളരെ കൂടുതലാണ്. അപ്പം ഒരു പുതിയ സാധനം കാണുമ്പോൾ അത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും അതിൽ അകപ്പെട്ട് പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. പക്ഷെ ഒരു 20-25 വയസ്സാകുന്ന ഒരു പ്രായമായുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു അഡൽട്ട്ഹുഡ് എന്ന് പറയുന്ന ഒരാൾക്ക് ഇത് കുറച്ചുകൂടെ തടുത്ത് നിർത്താൻ പറ്റും, അല്ലേ? നമുക്ക് പറയാൻ പറ്റും, ഓക്കെ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ കുട്ടികൾക്ക് അത് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയും യങ് ആയിട്ടുള്ള ഏജിൽ നമ്മൾ ഡ്രഗ്സുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നോ അത്രയും അത് അഡിക്ഷനിലേക്ക് പോകാനുള്ള ചാൻസസ് കൂട്ടുന്നു. രണ്ടാമത്തെ റിസ്ക് ഫാക്ടർ, നമ്മുടെ ചുറ്റുമുള്ളവർ, പ്രത്യേകിച്ചും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി കുട്ടികളിലും കൂടുതലായിരിക്കും. അത് നമ്മുടെ ബ്രദർ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ അച്ഛനമ്മമാരായിക്കോട്ടെ, ഗ്രാൻഡ് പേരൻസ് ആയിക്കോട്ടെ. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് മദ്യം ഉപയോഗിക്കുന്ന കേസിലാണ്, അല്ലേ? പല കുട്ടികളിലും നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ കുറച്ചൊരു സോഷ്യോ എക്കണോമിക്കലി ബാക്ക്വേർഡ്, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ അച്ഛൻ പലപ്പോഴും മദ്യപിക്കുന്നു, വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന കണ്ട് വളരുന്നൊരു കുട്ടിക്ക് അച്ഛൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ്,
പേരൻസ് ആണ്, നമ്മുടെ അച്ഛനമ്മമാരാണ് നമ്മുടെ റോൾ മോഡൽ. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് മൂലം ഒരു ടീനേജർ ആകുമ്പോഴത്തേക്ക് ഈ ലഹരി തേടിപ്പോവുകയും മദ്യം തേടിപ്പോവുകയും അതിന് അടിമപ്പെട്ടു പോകാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ജനിതകമായിട്ട് നമുക്കൊരു ടെൻഡൻസി ഉണ്ട്. നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ ഡ്രഗ് യൂസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈക്കാട്രിക് കണ്ടീഷൻസ് ഉണ്ടോ? സൈക്കാട്രിക് കണ്ടീഷൻസ് ഉദ്ദേശിക്കുന്നത് ബൈപോളർ മൂഡ് ഡിസോർഡർ, സ്കിസോഫ്രീനിയ, പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റ് നേരിട്ട് ചികിത്സിക്കേണ്ട കേസുകളാണ്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഫാമിലിയിൽ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കും ഈ അഡിക്ഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും. അതൊരു എക്സ്പോഷർ വന്നാൽ, നമ്മൾ ആ ഒരു ലഹരി പദാർത്ഥത്തിന് നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അഡിക്ഷനിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഇതിൻ്റെ അവൈലബിലിറ്റി, നമ്മൾ ഈ ചെറിയ മക്കൾ, അതായത് ഒരു ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾക്ക് അധികം പഠിക്കാനുള്ള പ്രഷറൊന്നുമില്ല. പക്ഷേ ഹൈസ്കൂൾ ആകുമ്പോഴത്തേക്ക് ഒരു 9-10 ക്ലാസ് ആകുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഒരുപാട് പ്രഷറാണ്. 10ാം ക്ലാസ്സായി നല്ലതായിട്ട് പഠിക്കണം, ഇല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് വരുന്ന ഒരു സ്ട്രെസ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വളരെയധികം കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ചുറ്റും നമ്മുടെ മക്കളും എല്ലാം ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. ആ ഒരു അവസരത്തിൽ ഇത്രയും ടെൻഷനും ഇത്രയും പ്രഷറും വരുന്ന സമയത്ത് അത് നേരിടുന്ന എങ്ങനെയാണ് എന്നറിയാത്ത കുട്ടികൾ പലപ്പോഴും ചെന്നുപെടുന്നത് ഇതിൻ്റെ ഡിസ്കഷൻ ഗ്രൂപ്പ്സ് എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലേ? കാരണം പിയേഴ്സ്, നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കായിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് പറഞ്ഞാൽ മതി, ഓക്കെ നിനക്ക് ഇതൊരു പ്രശ്നമുണ്ടോ, വാ നമുക്കൊരു ഇതൊന്ന് എടുത്ത് നോക്കാം, ഇത് ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് വലിയ സുഖം തോന്നി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ടെൻഷനെല്ലാം മാറിക്കിട്ടി, അല്ലെങ്കിൽ നമുക്കൊന്ന് പുകവലിക്കാം, ഇതിൽ നമ്മുടെ എല്ലാ ടെൻഷനും നമ്മൾ മറന്നു പോകും എന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം എക്സ്പോസ്ഡ് ആയാൽ പിന്നെ വീണ്ടും വീണ്ടും അത് വേണം. കാരണം നമുക്ക് വീണ്ടും ഒരു ടെൻഷൻ വരുമ്പോൾ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിങ് ബിഹേവിയറാണ്. അതായത് നമുക്ക് ടെൻഷൻ വരുന്നു, സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു ബിഹേവിയർ നമുക്ക് സ്മോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലായിരിക്കും. അതിൽ നമ്മൾ അകപ്പെട്ടു പോകും, പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനും ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഒരു പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഫ്രീ ആയിട്ടുള്ള അവൈലബിലിറ്റി. അതായത് നേരത്തെ ഒരു ഡ്രഗ് വാങ്ങിക്കണമെങ്കിൽ കയ്യിൽ കാശ് വേണം, ചിലപ്പോൾ കാശില്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം ഫ്രീ ആയിട്ട് സൊസൈറ്റിയിൽ ഇതെവിടെ കിട്ടുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴിയെല്ലാം ഇത് വളരെ ക്രിപ്റ്റിക്കായിട്ട്, അതായത് നമുക്ക് ശരിക്കും നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർക്ക് ഇവരെന്താണ് മെസ്സേജ് ചെയ്യുന്നതെന്ന് ഒരുപക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇവർ തമ്മിൽ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ വളരെ സീക്രട്ടായിട്ട്, ഡ്രഗ് എവിടെ കിട്ടും, ഡ്രോപ്പ് ഏരിയാസ് എവിടെ നിന്ന് സ്മഗിൾ ചെയ്ത് വരുന്നു, ഗോവ, ബാംഗ്ലൂർ അതുപോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് സ്മഗിൾ ചെയ്ത് കൊറിയർ വഴിയും മറ്റും നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ചില ഡ്രോപ്പ് പോയിൻറ്റ്സിൽ ഇത് ഡ്രോപ്പ് ചെയ്യപ്പെടുന്നു, അവിടെ നിന്ന് ഈ കുട്ടികൾ പിക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡ്രഗ് പെഡലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, അല്ലേ, ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ പെട്ടെന്ന് ഇത് എത്തിച്ചു കൊടുക്കുന്നു, ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടക്കുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് ആളുടെ മുഖം കാണുക, എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും, നമുക്ക് എളുപ്പത്തിൽ കാര്യം നമ്മുടെ അടുത്തെത്തുന്നു. നമുക്കത് പൈസ നമ്മൾ പണമിടപാട് ഡയറക്റ്റ്ലി ചെയ്യണം എന്നില്ല, നമുക്ക് ഓൺലൈൻ വഴിയെല്ലാം ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഡോസിൽ നിന്ന്, പുറകെ നിന്ന് നമുക്ക് ഇത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നേരത്തെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ടെൻഷനായിരുന്നു, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ വീട്ടുകാർ അറിഞ്ഞാൽ അത് പ്രശ്നമാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ പേടിക്കേണ്ട അവസരം പലപ്പോഴും വരുന്നില്ല. കാരണം എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഓൺലൈനായിട്ടാണ്, പിടിക്കപ്പെടുന്ന സാഹചര്യം വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ കാലയളവിൽ ഒരു 5-6 വർഷക്കാലം കൊണ്ട് നമ്മുടെ കേരളം എന്ന സംസ്ഥാനത്തിലെ ഈ ഡ്രഗ്സിനെ വളരെ മോശപ്പെട്ട രീതിയിൽ ഗ്രസ്തമാക്കിയിരിക്കുകയാണ്. നമുക്കിതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? എന്താണ് നമുക്കിതിനുള്ളൊരു സൊല്യൂഷൻ? നമ്മുടെ കുട്ടികളെ എങ്ങനെ ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? അതിൽ ഫസ്റ്റ് തിങ് തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ അതിനെന്താണ്, പലപ്പോഴും നമ്മുടെ ഒരു ട്രഡീഷണൽ പേരൻറ്റിങ്, അതായത് നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മുടെ അച്ഛനമ്മമാർ നമുക്കൊരു പക്ഷേ അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല, അല്ലേ? അവരെന്ത് പറയുന്നു നമ്മൾ കേട്ടോളണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ അപ്പം ശിക്ഷ, ഇങ്ങനെയൊക്കെയാണ് പല പേരൻസും വളർന്നു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ ഒരു ജനറേഷനിലെ പേരൻസിൻ്റെ എല്ലാം ഒരു എക്സ്പോഷർ അങ്ങനെയാണ് കുട്ടിക്കാലത്തെ. പക്ഷേ അതിനെക്കാട്ടിലും ഉപരി നമ്മൾ അതിനെയും വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കണം. തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. നമ്മുടെ കുട്ടികളായിട്ട് നമുക്കൊരു കണക്ഷൻ വെക്കണമെങ്കിൽ അവരുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടോ, ഇതെല്ലാം അവർക്ക് ഓപ്പണായിട്ട് ഓണസ്റ്റായിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യണം. അതിനാണ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ്. അതായത് കുട്ടിക്കാലം മുതലേ നമ്മൾ അവരെ കെയർ ചെയ്യുന്നു, അവരുടെ നന്മയാണ് നമുക്ക് പ്രധാനം, അവർക്ക് നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ടാവണം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പം കോളേജസിലേക്ക് പോകുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചറിയാൻ നമ്മൾ താല്പര്യം കാണിക്കണം. പലപ്പോഴും നമ്മൾ നമ്മുടെ ജോലി തിരക്കുകളിലും അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൊക്കെ ആയിരിക്കും നമ്മളുണ്ടാവുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് കേൾക്കാനോ അതിനെക്കുറിച്ച് അറിയാനോ നമുക്കൊരു സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നാളെ നമുക്കത് പ്രശ്നത്തിലേക്ക് നമ്മളെ എത്തിച്ചേർക്കും. അപ്പം കുട്ടികൾക്ക് സമയം കൊടുക്കുക, ലിസൺ ടു ദം. അവർക്ക് എന്താണ് പറയാനുള്ളത് അത് തീർച്ചയായിട്ടും നമ്മൾ കേൾക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഒരു കുട്ടി ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ അത് കുഴപ്പമില്ല, നിനക്ക് തോന്നുന്നതാണെന്നല്ല നമ്മൾ ചെയ്യേണ്ടത്. മൈൻഡ്ഫുൾ ലിസണിങ്. അവർ പറയാനുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതിലെന്തെങ്കിലും കഥയുണ്ടെന്ന് തന്നെ വിശ്വസിക്കണം. അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതപ്പം ചെയ്യണം. കാരണം ഒരുപക്ഷെ ആരെങ്കിലും വേറെ ഫ്രണ്ട്സ് ഇവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ടാവാം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരുപാട് ഹ്യൂമിലിയേഷൻ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ അല്ലേ, ബോയ്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ബുള്ളിങ്, മൂത്ത കുട്ടികളെ ഇളയ കുട്ടികളെ ഉപദ്രവിക്കുന്നു, പല രീതിയിൽ ഹറാസ് ചെയ്യുന്നു, ഓൺലൈനായിട്ട് പെൺകുട്ടികളെ സ്റ്റോക്ക് ചെയ്യുന്നു, ചില ആൾക്കാരല്ലേ പിന്തുടരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് ആളെ കാണാൻ പറ്റും, ഇതാരാണെന്ന് നമുക്കറിയാം, മുഖം തിരിച്ചറിയാം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ആയതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് മുഖം ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കാനും അവരുടെ ഒപ്പം നിൽക്കാനും നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്ന കേസിൽ നമ്മുടെ പഠിക്കുന്ന കുട്ടികളുടെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്താണോ അതിന് ചുറ്റുമുള്ള കടകൾ എന്താണ്, അവിടെ അവൈലബിലിറ്റി എന്താണെന്നൊക്കെ നമ്മൾ ഒരു ഐഡിയ വെക്കുന്നത് നല്ലതാണ്. ഇവരുടെ ഫ്രണ്ട് സർക്കിളിൽ നമുക്കും അതിലൊരു ഇൻവോൾവ്മെൻറ്റ് വേണം. അതായത് ഫ്രണ്ട്സിൻ്റെ പേരൻസിനെ മീറ്റ് ചെയ്യുക, അവരായിട്ട് ഡിസ്കഷൻ ഉണ്ടാക്കുക. കാരണം ഈ കുട്ടികൾ ആരുടെ ഇൻഫ്ലുവൻസിലാണെന്ന് നമുക്ക് അറിയണം. കാരണം നാളെ ഒരു പ്രശ്നം വന്നാൽ എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ വിചാരിക്കുന്ന അവരെ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ്. പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് കോച്ചിങ് വരുന്ന, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വരുന്ന ഒരുപാട് പ്രഷറുണ്ട് ഈ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് ഇല്ല, അവർക്ക് ഉറക്കമില്ല. സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഉത്കണ്ഠയിൽ ചെന്ന് അവസാനിക്കും. അപ്പം ആങ്സൈറ്റി ഉള്ളൊരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും അവർ ആങ്സൈറ്റി ഇല്ലാതാക്കുന്ന ഒരു ഈസി മാർഗമായിട്ടായിരിക്കും പലപ്പോഴും ഇങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്നത് ഉണ്ടാവുക. വേറൊരു വിഷയം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്ന സമയത്ത് എപ്പോഴും നമുക്കൊരു ക്യൂരിയോസിറ്റി, കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി കൂടുതലാണ്, എന്താണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത. അപ്പോൾ ആ ഒരു അവസരത്തിലും തെറ്റായ മാർഗ്ഗങ്ങളിൽ നിന്നല്ല അവർക്ക് ഇൻഫർമേഷൻ കിട്ടേണ്ടത്, നമ്മുടെ അടുത്ത് നിന്നാണ് ശരിയായ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഒരു പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും തിരയുമ്പോഴോ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ശരിയാവണം എന്നില്ല. പലപ്പോഴും ഞാൻ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ അനാറ്റമി ക്ലാസ് എടുക്കുമ്പോൾ ഗൂഗിൾ സെർച്ച്, ശരീരഭാഗങ്ങൾ അനാറ്റമിക്കലി സെർച്ച് ചെയ്യുന്ന സമയത്ത് കയറി വരുന്നത് പോണും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടികൾ ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇതിലേക്ക് പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ശരീരാവയവങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ പുരുഷ സ്ത്രീ ബന്ധത്തെക്കുറിച്ചും എല്ലാം കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടെ നമ്മളായിരിക്കണം നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി കുറേയൊക്കെ നമുക്ക് പറഞ്ഞ് ക്ലിയർ ആക്കാൻ സാധിച്ചാൽ പലപ്പോഴും വേണ്ടാത്ത വഴികളിലേക്ക് പോകാൻ പ്രേരണ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് സഹായിക്കാൻ സാധിക്കും. വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പാർട്ടീസ്, പലപ്പോഴും ബർത്ത്ഡേ പാർട്ടീസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമുക്ക് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോടത്തിയായിരിക്കും ആഘോഷിക്കാൻ നമ്മൾ താല്പര്യപ്പെടുക. അപ്പോൾ കുട്ടിക്കാലത്തെ ഇതിൻ്റെ ഒരു റിവാർഡ്സ് മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പാർട്ടിയിൽ പോയി നമ്മളവിടെ കേക്ക് കഴിച്ചു അല്ലെങ്കിൽ മധുരപലഹാരങ്ങൾ കഴിച്ചു, നമ്മുടെ തലച്ചോറിൻ്റെ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. അതായത് മധുരം ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾക്ക് ജനിതകമായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് ഭക്ഷണം റെഡി ആയിട്ട് ഫ്യൂവൽ സോഴ്സ് എവിടെ നിന്ന് കിട്ടുന്നോ അത് നമ്മൾ വീണ്ടും വീണ്ടും സീക്ക് ചെയ്യും. കാരണം എന്താണ്, നാളൊരു അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഭക്ഷണം കിട്ടിയില്ല നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. നമ്മുടെ ജീൻസും അങ്ങനെയാണ്, നമ്മുടെ ഹോൾ ബ്ലൂ പ്രിൻറ്റും അങ്ങനെയാണ്, നമ്മളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി, അവിടെ വെച്ച് നമുക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി, നമ്മൾ സന്തോഷമായി, അതിനൊപ്പം നല്ല ഫുഡ് കിട്ടി. ഇതെല്ലാം പാർട്ടീസുമായിട്ട് ഈ കുട്ടികളെ അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്കും നല്ലതാണ് പാർട്ടീസ് അല്ലേ, സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ട്, ഗ്യാതറിംഗ് ആണ്, നല്ലതാണ്. പക്ഷേ ഒരു അഡോളസൻ ഏജ് ഗ്രൂപ്പിൽ ചെല്ലുന്ന സമയത്ത് ഈ പാർട്ടീസ് പറഞ്ഞാൽ കൺട്രോൾ പാർട്ടീസ് ആവണം എന്നില്ല. അതായത് മുതിർന്നവരുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ വരുന്ന പാർട്ടീസിൽ പലപ്പോഴും ഫ്രീ ആയിട്ട് ലഹരി, ഫ്രീ ആയിട്ട് മദ്യം, ഇങ്ങനത്തെ പല കാര്യങ്ങളും, ഈവൻ സെക്ഷൽ ആക്ടിവിറ്റി പോലും ഫ്രീ ആയിട്ട് നടക്കുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടീസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം കുട്ടികളെ വിടുക, നമുക്ക് പരിചയമുള്ളവരുടെ അടുത്ത് മാത്രം വിടുക. പേരൻസിന് ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതലും കുട്ടികളെ തനിയെ അയക്കാതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികൾ ചോദിക്കും, എനിക്ക് 16 വയസ്സായില്ലേ, എനിക്കൊരു പാർട്ടിക്ക് പോയാൽ എന്താ, അമ്മയച്ഛനെ എന്തിനാ പുറകെ നടക്കുന്നത്.
അവരിൽ ഒരു കണ്ണ് വേണം. എപ്പോഴും നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് അല്ല, ഇവരുടെ പാർട്ടിയിൽ എന്താണ് നടക്കുന്നത്, ആരൊക്കെ വരുന്നു, എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ അറിയണം. കാരണം പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഇപ്പോഴത്തെ പ്രവണത എന്ന് പറഞ്ഞാൽ, ഇപ്പം വെസ്റ്റേൺ മീഡിയയുടെ ഒരുപാട് നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, ആമസോൺ പ്രൈം ആയിക്കോട്ടെ, ഹോട്ട്സ്റ്റാർ ആയിക്കോട്ടെ, ഒരുപാട് ഉപാധികളുണ്ട് അല്ലേ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന്. പക്ഷേ ഇതിലെല്ലാ സിനിമകളിലും പലപ്പോഴും കാണിക്കുന്ന എന്താണ്, ഈ റേവ് പാർട്ടീസ്, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്ന് ഓടിപ്പോയി കുടിക്കുക, അല്ലെങ്കിൽ ഒരു ഡ്രഗ്സ് എടുക്കുക, ഇതൊക്കെയാണ് കുട്ടികൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞ് കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലെ കുട്ടി വിചാരിക്കുന്നത് പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ഇതാണെന്നാണ്. അപ്പോൾ അതല്ല പരിഹാരം എന്ന് നമ്മൾ ക്ലിയറായിട്ട് പറയണം. അതുകൂടാണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് കോൺസിക്വൻസസ് ഉണ്ടാവും. അതായത് ഒരു ഡ്രഗ് യൂസോ എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് സിവിയറായിട്ടുള്ള പണിഷ്മെൻറ്റ് ഉണ്ടാവുന്ന കുട്ടിക്ക് ധാരണ ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ പാർട്ടീസിന് പോകുമ്പോഴത്തേക്ക് കഴിവതും എന്താണ് പാർട്ടി, അവിടെ എന്താണ് നടക്കുന്നത് നമുക്കൊരു ഗ്രാഹ്യം വേണം. എന്നിട്ട് മാത്രം കുട്ടികളെ പറഞ്ഞയക്കുക. ഇല്ലെങ്കിൽ അവർ പോകണ്ട, വീട്ടിൽ ഇരിക്കട്ടെ, നമുക്ക് പുറത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്കൊരു ഔട്ടിങ്ങിന് കൊണ്ടുപോകാം, ഒരു ഹോളിഡേക്ക് കൊണ്ടുപോകാം എന്ന് തന്നെ ക്ലിയറായിട്ട് പറയാൻ സാധിക്കണം. അപ്പം നമ്മൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം, നമ്മൾ ഇവർ പറയുന്നത് കേൾക്കണം, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഗൈഡൻസ് നമുക്കതിൽ കൊടുക്കണം. കാരണം നമുക്കാണ് ജീവിതാനുഭവം ഉള്ളത്, കുട്ടികൾക്കില്ല. അപ്പം നമ്മളവരുടെ ഫ്രണ്ട്സായി കൂളായിട്ട് അവർ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് അവർ വിടാൻ നമ്മൾ വിടരുത്. തീർച്ചയായിട്ടും നമ്മളവരുടെ ഫ്രണ്ട്സ് അല്ല, നമ്മൾ പേരൻസാണ്. അപ്പം അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം. അതായത് ഒരു ഭംഗിയായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റണം. ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് സേഫ്റ്റി. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മളൊരു മതിൽ കെട്ടും അല്ലേ, സേഫായിട്ടിരിക്കാനായിട്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവത്തിനും ഒരു ബൗണ്ടറി വേണം. അതാണ് അവരെ സേഫായിട്ട് നിർത്തുന്നത്. വേറൊരു കാര്യം പേരൻസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾ അഥവാ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ട് പോയാൽ അവർക്ക് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുക. എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുക, ഒരു കോഡായിട്ടുള്ളൊരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇന്ന ആളെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കുക, അല്ലെങ്കിൽ എന്നെ വിളിക്കുക. ചിലപ്പോൾ അച്ഛനമ്മമാർ തിരക്കിലായിരിക്കും, ജോലി തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ എത്തിപ്പെട്ട് ഈ കുട്ടീനെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റുന്ന ഒരാളെ വിളിക്കാനുള്ള നിർദ്ദേശം നമ്മൾ കൊടുക്കണം. കാരണം ഇങ്ങനൊരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാം വിളിച്ചുകൊണ്ടുപോയി ആ കുട്ടികൾ അകപ്പെട്ട് പോയാൽ ഒരു പക്ഷേ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമില്ലായിരിക്കാം. കാരണം ഒരുപാട് വേറെ കുട്ടികളും അവരുടെ ഇൻഫ്ലുവൻസും ബുള്ളിങ്ങും പല കാര്യങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ അവർക്ക് തേടണമെങ്കിൽ നമ്മൾ അതിനുള്ള മാർഗം അവർക്ക് ഓൾറെഡി പറഞ്ഞു കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ കുട്ടികളെ സേഫാക്കാൻ സാധിക്കും. ഇതും കൂടാതെ നമുക്ക് അവരെ മാനസികമായിട്ട് അവരെ എങ്ങനെ ബലപ്പെടുത്താൻ പറ്റും. നമ്മൾ പലപ്പോഴും പറഞ്ഞു വരുന്ന ലാക്ക് ഓഫ് വിൽ പവർ അല്ല കുട്ടികൾക്ക് എനിക്ക് ഇത് നിർത്തണം എന്നുള്ളൊരു സ്ട്രോങ് വിൽ പവറിനെക്കാട്ടിലും അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, ഇതിനെപ്പറ്റി നമ്മൾ ക്ലിയറായിട്ടും അവരുടെ അടുത്ത് പറയണം. എന്താണ് ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്താൽ അതിനുള്ള കോൺസിക്വൻസ് എന്താണ്, എന്ത് സംഭവിക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നമ്മൾ ഒരു മാനസിക രോഗത്തിന് അടിമപ്പെട്ടു പോകും. സൈക്കോട്ടിക് കണ്ടീഷൻസ് വളരെയധികം ഈ അഡിക്ഷൻസിൽ കൂടുതലാണ്. അഡിക്ഷൻ്റെ ഒരു എൻഡ് പോയിൻറ്റ് സൈക്കോട്ടിക് കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേലി കിടക്കുന്ന പാമ്പിനെ കഴുത്തെ ചുറ്റുന്നതിന് സമാനമാണ് അല്ലേ. കാരണം ഒരു പ്രശ്നമില്ലാത്ത ഒരു കുട്ടി, അല്ലെ സാമ്പത്തികമായിട്ടൊരു പ്രശ്നമില്ല, പഠിക്കാനും കുഴപ്പമില്ല, വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു കുട്ടി ഇങ്ങനത്തെ ഒരു കെണിയിൽ പെട്ടുപോയാൽ അത് ജീവിതകാലം മുഴുവനും നമുക്ക് ഒരു സൈക്കാട്രിക് പ്രോബ്ലമായിട്ട്, ഒരു മാനസിക രോഗിയായിട്ട് തന്നെ ആ കുഞ്ഞ് മാറിപ്പോകുന്നു. അപ്പം ആ ഒരു കോൺസിക്വൻസിൻ്റെ കാര്യം നമ്മൾ ഇവർക്ക് ക്ലിയറായിട്ടും പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ, ഇനി ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് അല്ലെങ്കിൽ നിർബന്ധപ്രകാരം യൂസ് ചെയ്ത് പോയി അകപ്പെട്ടുപോയി, ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? തീർച്ചയായിട്ടും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതിൻ്റേതായ സ്ട്രക്ചേർഡ് ഡി അഡിക്ഷൻ പ്രോഗ്രാംസ് ഉണ്ട്. പല ഹോസ്പിറ്റലുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലുണ്ട്, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുണ്ട്. അപ്പം ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടെ തന്നെ നമ്മൾ ഇത് ചെയ്യണം. കാരണം നമുക്ക് വീട്ടിൽ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. നമ്മുടെ തലച്ചോറിലെ കെമിക്കൽസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയാണ് ബാധിക്കുന്നത്. അപ്പം ഇത് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെതായ സിംറ്റംസ്, വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും സിനിമകളിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വെപ്രാളം വരുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണൊക്കെ ചുമന്ന് വളരെ ഒരു ദാരുണമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാകും. ഇത് ഓൺലി കുറച്ച് കാലത്തേക്ക് നിൽക്കുകയുള്ളൂ. അതിൽ നമുക്ക് മെഡിക്കൽ സപ്പോർട്ട് വെച്ച് ഈ സിംറ്റംസ് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അപ്പം ഡെഫിനറ്റായിട്ട് നമ്മളൊരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടെ വേണം ഒരു വിഡ്രോവൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഡി അഡിക്ഷൻ ചെയ്യാനായിട്ട്.
ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. മാനസികമായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഇവർക്ക് കൊടുക്കണം. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മൾ ഇവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് സപ്പോർട്ടീവായിട്ട്. വേറെ നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട്. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് അകപ്പെട്ടു പോയത്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ്, അതായത് മറ്റു കുട്ടികളുടെ കൂട്ടത്തിൽ എനിക്കും അതിലൊരു ഭാഗമാകണം എന്നുള്ളൊരു ചിന്തയായിരുന്നോ, അതോ വേറെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അച്ഛനമ്മമാർ തമ്മിൽ വേറെ ക്രൈസിസ് ഉണ്ടോ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് ഇതിന് പയ്യെ ഒരു കൗൺസിലിംഗ് കൊടുത്ത് അതിൽ നിന്നും കുട്ടികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കണം. അതിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ളതാണ് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കൗൺസിലിംഗ്. കാരണം ഇതിലൊരു നോൺ ജഡ്ജ്മെൻറ്റലായിട്ടുള്ള ഒരു സ്പേസാണ്. അതായത് കുട്ടി ചെയ്യുന്നത്, കുട്ടീനെ ജഡ്ജ് ചെയ്യാനോ കുറ്റപ്പെടുത്താനോ അല്ല നമ്മൾ കൗൺസിൽ ചെയ്യുന്നത്, മറിച്ച് കുട്ടി എന്താണ്, അവൻ അനുഭവിക്കുന്നത് എന്താണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും, അത് തിരിച്ചറിഞ്ഞ് അവനെ തന്നെ അതിൽ നിന്നും പുറത്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ചേഞ്ചിലേക്ക് കുട്ടിയുടെ മാനസികാവസ്ഥയിൽ മാത്രമല്ല നമ്മുടെ ഫാമിലി സെറ്റപ്പിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഉപകരിക്കും. വേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കുട്ടികളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ട് ഇതിൽ പൂർണ്ണമായിട്ടും അകപ്പെട്ടു പോയാൽ വേറെ ഒന്നും നമുക്ക് ജീവിതത്തിലില്ല, നമുക്ക് പ്രതീക്ഷകളില്ല, നമുക്ക് ഗോൾസ് ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം സ്വാഭാവികമായിട്ടും അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരെ ചെറിയ ജോലികളിൽ ഏർപ്പെടുത്തുക, അവർക്ക് ഒരു ചെറിയൊരു പോസിറ്റീവ് കാര്യം ചെയ്താലും അതിന് റിവാർഡ് കൊടുക്കുക, നല്ലതായി ഇത്. അപ്പം ആ ഒരു ചെറിയൊരു പോസിറ്റീവ് കാര്യം കൂടെ അവർ വീണ്ടും കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റിവാർഡ് സിസ്റ്റം, ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടായിരുന്ന റിവാർഡ് സിസ്റ്റം മാറി പുതിയൊരു റിവാർഡ് സിസ്റ്റം, നല്ല കാര്യം ചെയ്താൽ നല്ലൊരു കോൺസിക്വൻസ് എന്നുള്ളൊരു റിവാർഡ് സിസ്റ്റത്തിലേക്ക് നമുക്ക് തലച്ചോറിനെ തന്നെ മാറ്റാൻ സാധിക്കും. ഇത് കൂടാണ്ട് നമുക്ക് പലപ്പോഴും യോഗ അതുപോലത്തെ ഒരുപാട് പ്രാക്ടീസസ് ഇതിന് ഹെൽപ്പ് ചെയ്യും. തൈച്ചി, യോഗ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യും. കാരണം ഇതെല്ലാം നമ്മുടെ ഒരു പൂർണ്ണമായിട്ടും നമ്മുടെ മാനസികമായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഉപാധികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എവിടെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, എവിടേക്കാണ് പ്രശ്നങ്ങൾ ഇരിക്കുന്നത്, ചതിക്കുഴികൾ എവിടെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കുക. മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾക്ക് ഇനി അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഉപാധികൾ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞ നമ്മുടെ മയക്കുമരുന്ന് എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രശ്നത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ പ്രിവെൻറ്റ് ചെയ്യാനും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത്രയും തന്നെ കേട്ടിരുന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു.